വിവാഹവേളകളിലും മറ്റും ചെറിയ പെൺകുട്ടികളുടെ ദഫ് മുട്ടും പാട്ടുമെല്ലാം അൻസ്വാരികളായ സ്ത്രീകൾ സംഘടിപ്പിച്ചിരുന്നു. റുബയ്യ ബിൻത് മുഅവ്വദ് റളിയല്ലാഹു അൻഹയുടെ വിവാഹ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്ദർശിച്ചു. അവരുടെ വിവാഹ സന്തോഷങ്ങളിൽ പങ്കുചേർന്നു. അപ്പോൾ അവിടെ കുറച്ചു പെൺകുട്ടികൾ ദഫ് മുട്ടി പാട്ടുപാടുകയായിരുന്നു. ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ട പൂർവികരെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു പാട്ടിന്റെ വരികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവരിൽ ഒരുവൾ നബിയെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പാടി: വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി. നാളത്തെ കാര്യം അറിയാവുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഈ വർണ്ണന നീ ഉപേക്ഷിക്കുക, നിങ്ങൾ ആദ്യം പാടിക്കൊണ്ടിരുന്നത് തന്നെ തുടരുക. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന മറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർത്തി പറഞ്ഞത് വിലക്കുക മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പാട്ട് നിർത്താനോ ദഫ് ഒഴിവാക്കാനോ ഒന്നും തിരുദൂതർ പറഞ്ഞില്ല. ആമിർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖറലത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹു എന്നിവരുടെ അടുത്ത് ഒരു കല്യാണ സദസ്സിൽ പ്രവേശിച്ചു. അവിടെ പെൺകുട്ടികൾ പാട്ട് പാടുന്നത് കേട്ട ആമിർ റളിയല്ലാഹു അൻഹു രണ്ടു പേരോടും ചോദിച്ചു: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും ബദറിൽ പങ്കെടുത്തവരുമായ നിങ്ങളുടെ മുമ്പിലല്ലേ ഇത് നടക്കുന്നത്? അപ്പോൾ സ്വഹാബിമാരിൽ ഒരാൾ പറഞ്ഞു: താങ്കൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പാട്ട് ശ്രവിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ പുറത്തു പോയിക്കൊള്ളുക. നിശ്ചയമായും വിവാഹത്തിൽ വിനോദങ്ങൾ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അൻസ്വാരിയായ പുരുഷന്റെ അടുത്തേക്ക് ഒരു സ്ത്രീയെ വധുവായി അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു: ആയിഷ, വധുവിനെ ആനയിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വിനോദമുണ്ടായിരുന്നില്ലേ? അൻസ്വാരികൾക്ക് വിനോദം ഇഷ്ടമാണ്. വിവാഹ ദിവസവും മറ്റു വിശേഷ ദിവസങ്ങളിലും അനുവദനീയമായ രൂപത്തിൽ പാട്ടുകളും മറ്റു ആഘോഷങ്ങളും ആകാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു പെരുന്നാൾ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രണ്ടു ചെറിയ പെൺകുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബുആസ് യുദ്ധസമയത്തെ അൻസ്വാരികളുടെ ചില വീരഗീതങ്ങളാണ് അവർ പാടിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് ഒന്നും പറയാതെ വിരിപ്പിൽ മുഖം തിരിച്ചു കിടന്നു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ പ്രവാചകരുടെ വീട്ടിലാണോ പിശാചിന്റെ കുഴലൂത്ത് എന്ന് ചോദിച്ച് ആയിഷ ബീവിയോട് ദേഷ്യപ്പെട്ടു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു പറഞ്ഞു: അബൂബക്കർ, എല്ലാ സമുദായങ്ങൾക്കും ആഘോഷ ദിവസങ്ങൾ ഉണ്ട്. ഇത് നമ്മുടെ ആഘോഷ ദിവസമാണ്. പെരുന്നാൾ ദിവസമായതുകൊണ്ടും ചെറിയ കുട്ടികളായതുകൊണ്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കാതിരുന്നത്. നിഷിദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടാത്ത സന്തോഷദായകമായ ആഘോഷങ്ങളെ വിശേഷ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. മുതിർന്ന സ്ത്രീകളുടെ പാട്ടും അന്യ സ്ത്രീ പുരുഷ സങ്കലനവും ഡാൻസുമെല്ലാം എല്ലാ സമയത്തും വിലക്കപ്പെട്ടത് തന്നെയാണ്. മോശമായ വർണ്ണനകളോ ദ്വയാർത്ഥങ്ങൾ അടങ്ങിയതോ വിശ്വാസവിരുദ്ധമോ ആയ ഗാനങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് വ്യക്തമാണല്ലോ. പൂർവികരെയും മഹത്തുക്കളെയും അനുസ്മരിക്കുന്നതും നല്ല ചിന്ത നൽകുന്നതുമായ ഗാനങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാതിരുന്നത്.